SYS മാനവ സഞ്ചാരം ഇത് ഫോറസ്റ്റാണ്. ജൂക്കാലി വെച്ചിട്ട് തന്നെയാണ് ഇവിടെ കുറച്ചിടം. ഇത് ഫോറസ്റ്റാണ്. ഇതിലൊന്നും മറ്റേ ജന്തുക്കളൊന്നും ഉണ്ടാവില്ല. മറ്റേ ഈ കാട്ട് പന്നി, അതുപോലെ കൂരൻ, കേഴ. ഇതെന്താ? ഇത് ഏലക്ക. ഇതാണ് ഏലക്ക. ഏലക്ക കൃഷി ചെയ്യുന്നത്. ഏലത്തിന്റെ മരട്ടുണ്ടാവും. ഇത് മൂപ്പായിട്ടില്ലല്ലോ. മൂപ്പായിട്ടില്ല. ഇത് പച്ചയാണ്. ഇത് മരുന്നടിച്ചാൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് പച്ച കഴിക്കാം. ഇച്ചിരി കൂടുതലെടുക്കാനില്ല അല്ലേ? ഇത് മതി. കഴിഞ്ഞില്ലേ, സീസൺ കഴിഞ്ഞില്ലോ. തോട്ടത്തിൽ പോകണം. ഈ സീസൺ കഴിഞ്ഞില്ലോ. ഇതില് വിഷമുണ്ടോ? ഇല്ല, വിഷമൊന്നുമില്ല. മരുന്നടിക്കുവോ? ഇല്ലില്ല, മരുന്നടിക്കാതെ. മരുന്നടിക്കും. പക്ഷെ ഇപ്പൊ മരുന്നടിച്ചില്ല. ഏത് സമയത്താ മരുന്നടിക്കുക? ഏലത്തിന് നല്ല വിഷമുണ്ടെന്ന് പറയണു. അത് ഉണക്കുമ്പോഴാ. ഉണക്കുമ്പോഴാ. ഇത് കോഫിയാണ്. മതി, പോവാ. ഞങ്ങൾ പറ്റേ. എന്താ ജോലി? കൂലിപ്പണിയാ. എവിടെ പോയിട്ടാ പണിയെടുക്കല്? പണിയൊന്നും അവിടെ പറമ്പിൽ തന്നെയാ. അത് ശരി. കൂലി തരുന്നത് നമ്മൾ തന്നെ. അത് കാരണം നമുക്ക് വേറെ പണിയും പോയാൽ അവിടെ നമുക്ക് കൂലി തരും. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പറമ്പിൽ നമ്മൾ തന്നെ പണി. എത്ര റുപ്യ കൂലി കിട്ടും? ഇവിടെ 650, 700, 800 ഒക്കെ. അപ്പൊ നല്ല കൂലി ഉണ്ട്. അപ്പൊ പൈസ കുറെ ബാക്കി ഉണ്ടാവില്ലേ? അങ്ങനൊന്നുമില്ല. ചെലവ് കുറവല്ലേ? ചെലവ് കുറവാ. എത്ര മണിക്കൂർ ജോലി? അതിപ്പം ഒരു 8:30 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 2:30 മണി വരെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ. അതിന് 600 മുതൽ 900 വരെ. നല്ല കൂലിയാ. ഒരു ദിവസം എത്ര റുപ്യ ചെലവുണ്ടാവും? അതും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. 100, 150 ഒക്കെ ഉണ്ടാവും. 10-100 രൂപ. ബാക്കി വരുന്ന പൈസ എവിടെങ്കിലും നിക്ഷേപിക്കലുണ്ടോ? ശരിക്കും അങ്ങനൊന്നുമില്ല. പിന്നെ ഒരു ആശുപത്രി കേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊന്നും കുറെ പൈസ അങ്ങനെ ചെലവില്ല. ഇപ്പൊ മൂവാറ്റുപുഴ വന്നിട്ടുള്ളൂ. കൊച്ചിനെ കൊച്ചിനെ കൊണ്ട് ഇപ്പൊ ആശുപത്രിയിൽ പോയിട്ട് വന്നത്. മൂവാറ്റുപുഴ പോകും. അരിമലി താലൂക്ക് ആശുപത്രിയിലുണ്ട്. അവര് പാറത്തോടിൽ കെട്ടിച്ചതായതുകൊണ്ട് മൂവാറ്റുപുഴ അവർക്ക് സൗകര്യം ആയതുകൊണ്ട് ആ താലൂക്ക് ആശുപത്രിയിലാണ്. എങ്ങനെയാണ് പോവാ? പോകുന്ന ഞങ്ങൾക്ക് വണ്ടിയുണ്ട്. ചെറുക്കന് ആപ്പയുണ്ട്, കമ്മാക്കുണ്ട്. രണ്ടാമത് പെണ്ണിന് കല്യാണം. അവനുണ്ട്, ചെറുക്കനുണ്ട് വണ്ടി. രാവിലെ ആപ്പയും കൊണ്ടുപോകും. അല്ല, പാറത്തോട്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെയുള്ള ജീവികളൊക്കെ പിടിക്കാനല്ല നിയമം? ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആട്, പശു അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ. പക്ഷെ മറ്റേ ഒരു മൃഗങ്ങൾ വന്ന് കയറാതൊരു ഇത് ഫോറസ്റ്റ് റേഞ്ച് താത്തിയിട്ടുണ്ട്. പക്ഷികളൊക്കെ പിടിച്ച് തിന്നോ? ഇല്ല, അങ്ങനൊന്നും ഞങ്ങൾ ചെയ്യില്ല. മുയലൊന്നും ഇല്ല. ഈ കോൺക്രീറ്റ് വീട്ടിൽ താമസിക്കുന്നതാണോ ഇഷ്ടം, അല്ലെങ്കിൽ പഴയ ഊര് വീട്ടിലോ? പഴയ വീടാണ് ഇഷ്ടം. ഗവൺമെന്റ് തരുന്നതാണ്. ഇത് ഗവൺമെന്റ്. എന്താ മറ്റേ 3 ലക്ഷം രൂപ ഇഷ്ടമാവാൻ കാരണം? ഇത് ഈ പര 3. ഇതെന്റെ മൂത്ത മോള്. എന്തുകൊണ്ടാ ഊര് വീട് കൂടുതൽ ഇഷ്ടം? ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പും എല്ലാത്തിനെയും കൊണ്ട് സുഖമായിട്ട് ഉറങ്ങാനും എല്ലാത്തിനെയും കൊണ്ട് അത്രയാ മെച്ചം. ഇതിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു പ്രത്യേകിച്ചൊരു ഇത് അസ്വസ്ഥത ഉണ്ടാവും. ജീവികളെ ശല്യമൊന്നുമില്ലല്ലോ? ഇല്ല, അങ്ങനൊന്നും. കുറെ വീടുകളുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇഷ്ടംപോലെ വീടുണ്ട്. 95 വീടുണ്ട്. ആനയൊക്കെ വരുമോ? ആനയൊക്കെ വരും. ആന നമ്മുടെ മേഖലയിൽ വരില്ല. അപ്പുറം വന്നു കയറിയില്ലേ, വന്നാ ഒന്നും ചെയ്യില്ല. അവിടെ ഒന്നും വന്നിട്ട് അവര് കാട്ടിലോട്ട്. വേറെന്ത് ജീവികളാ ഇവിടെ ഉള്ളത്? വേറെ ഒന്നും ജീവികളൊന്നും ഇല്ല. മക്കൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ വരുമ്പോ ഒന്നും കൊണ്ടുവന്നില്ല. ദൂരം ഉള്ളത് അറിയില്ലായിരുന്നു. പേര് കോഴിക്കോട്ട് വരികയാണെങ്കിലേ നല്ലൊരു സൽക്കാരം തരാം.